വെൽക്കം ബാക്ക് ടു ഏജസ് വേൾഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് അവൽ വിളയിച്ചെടുക്കണമെന്നാണ് നോക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുകയാണ് ആദ്യം വേണ്ടത്. നമ്മൾ 1 കിലോ അവലാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുകയാണ്. നമ്മുടെ പാകത്തിന് മധുരം നോക്കിയിട്ട് നമ്മൾ ഉരുക്കിയെടുക്കുക. ഞാനിവിടെ പതിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് എടുത്തേക്കുന്നത്. അത് ശർക്കര നമ്മൾ അച്ചിൻ്റെ രൂപത്തിലാക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഫോമാണ്. അപ്പോൾ അത് ഓൾറെഡി ഒരു സെമി ലിക്വിഡ് ഒരു ഫോമാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മളിങ്ങനെ ഉരുക്കിയെടുത്തു. ഇത് പിന്നെ നമ്മുടെ ശർക്കര പോലെ അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ശർക്കര അച്ചാണ് നമ്മൾ ഉരുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കഴിഞ്ഞ് അരിച്ചെടുക്കണം. അപ്പം ഇത് തിളച്ചുകൊണ്ടിരിക്കലെ തന്നെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിരവിയ തേങ്ങ നമ്മൾ ഈ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ലോണം തീയൊന്ന് സിമ്മിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ആ വെള്ളം ഒരു വിധം ഒന്ന് വറ്റണം, അല്ലാതെ ഡ്രൈ ആവണ്ട. പക്ഷെ ഒരു വിധം നമ്മൾ വറ്റുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കുന്നത് നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉരുളിയോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രമൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒരുവിധമൊക്കെ വറ്റിയിട്ടുണ്ട്. ഏകദേശം വെള്ളം വറ്റി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കുകയാണ്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഏലക്ക പൊടിച്ചത് ചേർക്കുമ്പോൾ അതിനൊരു നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ അവലിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ മട്ടരിയുടെ അവലാണ്. നമുക്ക് വേണമെങ്കിൽ വെള്ളവൽ വെള്ളവൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അവൽ അതിലേക്ക് മുഴുവനായി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമ്മുടെ ഈ ശർക്കരയും ഈ തേങ്ങയെല്ലാം അവലിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തണം. അപ്പോൾ നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആക്കി എടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളത് മിക്സ് ചെയ്ത് കഴിയണം കേട്ടോ. നന്നായി മിക്സായി കഴിയണം. അപ്പോൾ അവലിനും ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടും. ഓവറായിട്ടുള്ള ക്രിസ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. അതിനുശേഷം നമ്മളത് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പലണ്ടിയോ അതല്ലെങ്കിൽ നമുക്ക് കാഷ്യൂനട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇതിലേക്ക് വറുത്ത് ചേർക്കാവുന്നതാണ്. അപ്പം ഇത് ഓൾറെഡി വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണ്. അപ്പോൾ അതിലെ തൊലി മൊത്തം നമ്മൾ കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി നെയ്യിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് കറുത്ത എള്ളാണ് ചേർക്കണേ. എള്ള് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് കഴിഞ്ഞാൽ ഈ കപ്പലണ്ടിയും എള്ളും ഒക്കെ നമ്മൾ അവലിലേക്ക് ഇടുകയാണ്. എനിക്ക് കാഷ്യൂനട്ട് എൻ്റെ ഉണ്ടായിരുന്നത് കപ്പലണ്ടി ആയിരുന്നു. അപ്പോൾ അത് ചേർത്തു. എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ കാഷ്യൂനട്ടും കപ്പലണ്ടിയും ഒക്കെ ഓപ്ഷണലാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നന്നായി ഇത് മിക്സ് ചെയ്ത് നമ്മൾ ചൂടാറാനായിട്ട് വെക്കുക. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്കത് കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇടയ്ക്ക് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ എടുത്തു വെക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.